ഹായ് നമസ്കാരം. ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ കുറച്ച് പൊട്ടറ്റോ ചെടിയാണ്. ഏകദേശം 3 ആഴ്ച കഴിഞ്ഞു പൊട്ടറ്റോ നട്ടിട്ട്. ഞാൻ 1-2 പ്രാവശ്യം കുറേശ്ശെ മണ്ണും വളമെല്ലാം ചേർത്ത്, മണ്ണും ചെറിയ തോതിൽ വളം എന്തെന്ന് പൊടി വളം. ഇപ്പോഴും ഇത്രയായി. ഈ കറിക്ക് കൊണ്ടുവന്നിട്ടാകുമ്പം മുള വരുമല്ലോ, മുള വരുമ്പം ഇത് കഴിക്കാൻ പാടില്ലല്ലോ, വിഷാംശം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ നട്ടതാണ്. മുമ്പ് നട്ടിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും കിഴങ്ങ് കിട്ടിയിട്ടില്ല. ആ സമയത്ത് എനിക്ക് വളം ചെയ്യാൻ എനിക്ക് സാഹചര്യം അനുവദിച്ചില്ല. അതുകൊണ്ട് കിഴങ്ങ് വളരെ കുറവായിരുന്നു, ചെറിയ കിഴങ്ങ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഇതിന് കുറച്ച് വളം ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അതും കാര്യമായി വളമൊന്നുമില്ല, കുറച്ച് ഈർച്ചപ്പൊടി ലേശം കിട്ടീന്, കുറച്ച് വെണ്ണീറും കുറച്ച് ചാണകപ്പൊടിയാണ്, പഴയ ചാണകപ്പൊടിയാണ്. വലിയ ഗുണമൊന്നുമില്ല, എന്നാലും അത് ഞാനെല്ലാം കൂടി മിക്സ് ചെയ്തു. ഈ മണ്ണിലാണെങ്കിൽ ഇത് വളം തീരെ ഇല്ല. ഈ പണയിലെ മണ്ണ് കൊണ്ടിട്ടിട്ട് വളമൊന്നും അതിന് പിടിച്ചില്ല. ഇപ്പം ഈ ചേർത്ത് കൊടുക്കുന്ന വളം മാത്രമല്ലാണ്ട് വളക്കൂറില്ലാതെ മണ്ണല്ലേ, അടിമണ്ണാണ്, മേൽഭാഗത്തുള്ള മണ്ണല്ല. അതുകൊണ്ടിങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മാത്രമേ വളമുണ്ടാവൂ. അതുകൊണ്ട് ഇതിനെ കുറച്ച് വളം ചേർക്കണം, വളവും മണ്ണും കൂടി ചേർത്ത് കൊടുക്കണം. ഈ രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 4 പൊട്ടറ്റോ 2 കഷ്ണാക്കി നട്ടതാണ്. 2-4 കഷ്ണാക്കിയിട്ട് നടാം. മുളക്കനുസരിച്ച് മുറിച്ച് കൊടുത്താൽ മതി, മുള മുറിയാത്ത രീതിയിൽ. നല്ല മണ്ണാണ്, നല്ല ഈ കല്ലും അതും ഇതെല്ലാം ഉള്ള മണ്ണിൽ ഈ പൊട്ടറ്റോ കിഴങ്ങിനുണ്ടല്ലോ ഒരു ഷേപ്പ് കിട്ടൂല. എൻ്റെ സ്കിന്നെല്ലാം ഉരുളക്കിഴങ്ങ് ഉണ്ടായിട്ടാകുമ്പോൾ കളയാൻ, പീലർ കൊണ്ടൊന്നും കളയാൻ കിട്ടൂല, കത്തി കൊണ്ടായാലും ഒരു ഏലുണ്ടാവില്ല. നല്ല മണ്ണും ചെറിയ തോതിൽ പൂഴി പോലെയുള്ള നല്ല പൊടിമണ്ണെല്ലാണെങ്കിൽ ഇതിൻ്റെ കിഴങ്ങ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ കഴിയും. ഞാൻ കല്ലൊന്നും കാര്യമായിട്ട് മാറ്റിയിട്ടില്ല, കല്ലെല്ലാം മാറ്റിയിട്ട് മണ്ണിട്ട് കൊടുക്കുന്ന നല്ലത്. മണ്ണും ഞാനെല്ലാം ഏകദേശം ഒരുപോലെയാണ് ഇട്ടിന്, വളവും വെണ്ണീറും മണ്ണും എല്ലാം. ഈർച്ചപ്പൊടിയിലൊന്നും വളമൊന്നുമില്ല, പഴയ ഈർച്ചപ്പൊടിയാണ്. ഇങ്ങനെ കൂട്ടിക്കൊടുക്കണം. എല്ലാം കൂട്ടിക്കൊടുക്കാം ഇങ്ങോളം. ഞാൻ മണ്ണെല്ലാം നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ തോതിൽ വെള്ളം നനച്ച് കൊടുക്കാം. ഞാൻ മണ്ണിന് വെള്ളം നനച്ചിന്, മണ്ണ് ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയും മതി. ഇലകളെല്ലാം വാടുന്ന സമയത്ത് വിളവെടുക്കാം. വളക്കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും കൂടി ഇതുപോലെ മണ്ണ് കയറ്റി കൊടുക്കണം. ഇത്രയും ഏകരായി മണ്ണ് കയറ്റിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത്ര ഹൈറ്റിലിപ്പായി. ഞാൻ ലെവൽ സ്ഥലത്ത് നട്ടതായിരുന്നു. ഇപ്പം ഇത്രയും ഹൈറ്റിലോളം ഞാൻ മണ്ണ് ചേർത്ത് കൊടുത്തു. ഇടയ്ക്കിടയ്ക്കായിട്ട് 2 പ്രാവശ്യം കുറേശ്ശം ചേർത്ത് കൊടുക്കുമ്പോൾ ഇത്രയായി. ഇങ്ങനെ ഉരുളക്കിഴങ്ങെല്ലാം പൊടിച്ചത് കിട്ടുന്ന സമയത്ത് ഇത് പൊടിച്ചു പോകും. 2-3 ദിവസം കഴിയുമ്പോൾ കൊണ്ടുവന്ന് എടുക്കാനെല്ലാം മറന്നു പോയാൽ ആ സമയം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ നട്ടാൽ നല്ല പുതിയ നല്ല കളറുള്ള പുതിയ ഉരുളക്കിഴങ്ങ് നമുക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു.